ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇത് നമ്മളിവിടെ തന്നെയാണ് കേട്ടോ. നമ്മുടെ RS അവിടെ സ്റ്റിക്കർ വർക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് ഇന്ന് ഈ വണ്ടിക്ക് കുറച്ച് പണിയുണ്ട്. നമ്മുടെ ജോൺസൻ്റെ ഇവിടെ സെറ്റായിക്കൊണ്ടിരിക്കുക. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഷോക്കിന് ചെറിയൊരു കംപ്രഷൻ കുറവുണ്ട്. അതായത് കട്ടറി ആടുമ്പം ചെറിയൊരു ഇടുപ്പ് പോലെ വരുന്നുണ്ട്. നമ്മളതൊന്ന് ഊരിയിട്ടൊന്ന് റെഡിയാക്കാനായിട്ടുള്ള പ്ലാനിങ് ആണ് ഇന്ന്. അങ്ങനല്ലേ? അപ്പോൾ ഇതിപ്പം ഊരാൻ സിമ്പിളാണിത്. നമ്മൾ ഈ 2 നട്ട് ലൂസാക്കി ഇത് നമ്മളിനി ഒന്ന് ലോഡ് ചെയ്യണം ഷോക്ക്. അപ്പോൾ ഇത് ഊരിയെടുക്കുന്നത് ഇത് ഊരണം. ഇവിടെ ഒരു നട്ടുണ്ട്, പിന്നെ അതെ ഇവിടെ ഒരെണ്ണമുണ്ട്. ഇതാട്ടോ, ഇതല്ല ഇത്. അപ്പോൾ അത് 2 ഊരി കഴിഞ്ഞാൽ ഷോക്ക് ഊരി വരും. അതിന് മുമ്പ് നമ്മൾ ടയർ ഊരണം. ടയറാ ഇത് ഊരുന്ന എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷോക്ക് ഊരി വരുമ്പോൾ അല്ലേ ഇത് അതേ ഇരിക്കും, ഊരി വരത്തില്ല. ജോൺസിന് ഇവിടെ അതികഠിനമായ പണിയിലാണ്. അപ്പം ടയർ ഊരി എടുക്കണം കേട്ടോ. ടയർ ഊരി എടുത്ത് ഷോക്ക് 2 കൂടി ഊരണം. അപ്പം ഞാൻ പറഞ്ഞ പോലെ ആ 2 നട്ട് ഊരി കഴിഞ്ഞാൽ സംഭവം താഴെ വരും. ഇപ്പം അത് ഊരുന്നു, ഊരിക്കൊണ്ടിരിക്കുന്നു. അവിടെ എന്തോ വലിയ ചർച്ച നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. അത് തരത്തൊന്നുമില്ല, അതേ തൊട്ടുള്ള കളിയൊന്നുമില്ല. നീ പോടാ. കളർ ആഫ്റ്റർ ഇവിടെ ഡാടാ ഇങ്ങോട്ട് വാങ്ങിക്കടാ. ഉണ്ടോ ഭയങ്കര സ്റ്റിക്കർ വർക്ക്. അപ്പം എന്ത് വർക്കുണ്ടെങ്കിലും ഇവനെ വിളിക്കരുത്, ആരും ദയവ് ചെയ്ത് വിളിക്കരുത്. അതെ, ഇവിടെ കറങ്ങുവാടാ. അപ്പം ഇതാ പിടിക്കാം. ഓക്കെ, എൻ്റെ സഹായം വേണ്ടെന്നാണ് പറയുന്നത്. ഇതേടാ കുടുംബിയൊക്കെ കിട്ടിയല്ലോ. അത് ഊരണമെങ്കിൽ അത് ഊരണമായിരിക്കും ഇവിടെ. 10 16ൻ്റെ സ്പാൻഡർ ഇട്ടാൽ മതി. ഓക്കെ, പോയിട്ട് വാ. പോകുന്നില്ലേ? അല്ല, ഔട്ടർ കിറ്റ് വണ്ടി മാത്രം കേട്ടാണ്. ഓർഡർ വന്നിട്ട് കേട്ടാ മിണ്ടായിടാ. ആദ്യം ഇതൊന്ന് തീരട്ടെ. എന്തുവാ ഇത്? ഇത് സ്പീഡാക്കി കേടാ. അപ്പം ഇത് ഇവിടെ ഊരിക്കൊണ്ടിരിക്കുകയാണ്. അല്ലേ, ഇത് ഊരി കേട്ടോ. ഇത് ലൂസാക്കി, അതൊന്ന് ലൂസാക്കിയാൽ മതി. ടയർ ഊരി കേട്ടോ. പൊങ്ങി പോവോ അല്ല താന്നു പോവോ? ഇല്ല, ഒന്നുമില്ലേ. ടയറങ്ങ് വലിച്ചെടുത്തേടാ. പണിയെടുക്കുന്നു. ആ പണിയൊന്നുമില്ല. അതെ, അത് ഊരി എടുത്തു. ഇനിയിപ്പോൾ മൽഗാട് ഊരുന്നുണ്ടോ? മൽഗാടും കൂടി ഊരിക്കോ. വെയിറ്റ് ജോൺസൺ വെയിറ്റ് കൊടുത്തതാണ്. പന്ത്രണ്ട് മഡ്ഗാർഡ് ഊരാനായിട്ട് ഇത് അവിടെ 4 നട്ടുണ്ട്. കാണാൻ പറ്റുമോ എനിക്ക് അറിയത്തില്ല. കാണത്തില്ല. അപ്പം ഷോക്ക് ഊരിയിട്ടുണ്ട്. ഊരിയറാ. അതേ സംഭവം ഊരി തിരിച്ച് എടുക്കുന്നുണ്ട്. അപ്പം സംഭവം ഊരി പിടിച്ചോ. ഇനിയിപ്പോൾ അപ്പുറത്തേയും കൂടെ ലൂസാക്കി അതും കൂടെ ഊരിയെടുക്കാം. സിമ്പിളാട്ടോ. ഇപ്പോഴും പറയുന്നത് ഇതിൻ്റെ ഇത് ലൂസാക്കുക, താഴെ ലൂസാക്കുക. വെയിറ്റ് വെച്ചിട്ടുണ്ട്. എടാ ഇത് വേറെയാണ് ഇട്ടാടാ. 13 തോന്നുന്നു. അതെ, ഇത് ഊരിയെടുത്തു. ഓക്കെ, അറിയുന്നടാ. നമ്മുടെ അപ്പം
ഇത് ലോഡ് ചെയ്യുക കേട്ടോ. ചെയ്യടാ. ഇനി അത് മൊത്തം എയർ ഇങ്ങനെ പതുക്കെ എടുത്തെടുത്ത് കളയണം. എങ്ങനെ എയർ എടുത്ത് കളയുന്ന പറഞ്ഞു കൊടുറാ, ഒന്ന് പറഞ്ഞു കൊടുക്കടാ. സംഭവം ഇത്രയേ ഉള്ളൂ കേട്ടോ. അടച്ചു പിടിച്ചിട്ട് ഒന്ന് ഞെക്കുക, പൊക്കുക, കൈ ഒന്ന് എടുക്കുക, പിന്നെയും ഞെക്കുക. നീ പറഞ്ഞ കേട്ടില്ല, അപ്പൊ ഞാൻ അറിയാതെ പറഞ്ഞു കൊടുക്കണ്ടേ. അപ്പം ഇതുപോലെ എടുത്തെടുത്തിട്ട് ബാക്കി അത്രേ ഉള്ളൂ. എടുത്തെടുത്ത് എയർ മൊത്തം കളയണം കേട്ടോ. അല്ല കാഴ്ചക്കാര ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. ഇവിടെ ഉണ്ട്. പേടിയാണ്. പിന്നെ യൂട്യൂബിൽ വന്നത് എത്ര പേര് കാണുന്നത്? കാണുന്നയാ ഏറെക്കറ മാരെയൊക്കെ ഞാൻ ഒന്ന് വൈറലാക്കിയതാ. പോരാ, കുറച്ചുകൂടെ കഴിയുമ്പോൾ റെഡിയാവും. മാസ്ക് ഓക്കെ. അപ്പം നമ്മുടെ 2 ഷോക്കും റെഡി ആയിട്ടുണ്ട്. ഇല്ലടാ ആയില്ലേ? ആയിട്ടുണ്ട്. ടെസ്റ്റിംഗ് ആട്ടോ. അങ്ങനെയുണ്ട് പവറുണ്ടോ? എന്നാ ബാ കയറ്റിക്കോ. ഒരളവാണ് വിഷയം. ശാലം കൂടെ പൊങ്ങട്ടെടാ, ഞാൻ പറയാം. പൊങ്ങട്ടെ കുറച്ചുകൂടെ. അവിടെ നിൽക്കട്ടെ. അതായിരിക്കണം. താഴെ മാർക്കിങ് വല്ലതും ഉണ്ടോ? താഴെ ഇച്ചിരി കൂടെ എന്നാ പൊങ്ങട്ടെ. അത് നോക്കി നീ അടിച്ചാൽ മതി. അപ്പോൾ ഇത് നമ്മൾ കറക്റ്റ് ഇത് നോക്കി വെച്ചില്ലെങ്കിൽ അലൈൻമെൻറ്റ് വ്യത്യാസം വരും. അതായത് ഒരു ഷോക്ക് കയറി ഒരു ഷോക്ക് ഇറങ്ങിയിരിക്കും. കൺട്രോള് നല്ലപോലെ വ്യത്യാസം വരാൻ ചാൻസ് ഉണ്ട്. കുറച്ചുകൂടെ പൊങ്ങണ്ടേടാ. അത് ഇവിടെ വരാറുണ്ടേ. ഈ വരയിലല്ലേ നിൽക്കുന്നത്? ആണോ? ഓക്കെ. അതെ, അത് ജസ്റ്റ് ഒന്ന് ടൈറ്റ് ചെയ്യണം നമുക്ക്. കാരണം അത് കഴിഞ്ഞിട്ട് ഇത് നമ്മൾ ഇട്ട് കറക്റ്റ് ലെവലാണോ നോക്കണം. അത് കഴിയുമ്പോൾ ഇനിയിപ്പോൾ അപ്പുറത്തെ സൈഡും സെറ്റായിക്കോ കേട്ടോ. അതറിയാം. അതായത് ആക്സിൽ കയറ്റിയിടുമ്പോൾ ആ ലെവല് കറക്റ്റ് നമുക്ക് മനസ്സിലാവും. മുറുകിയോ? എങ്ങോട്ട് കിടക്കുന്നു? അതെ, ജസ്റ്റ് ഒന്ന് ടൈറ്റ് ചെയ്യും കേട്ടോ. അതിനെ ആക്സിൽ കെട്ടിയിട്ട് നോക്ക്. തിരിഞ്ഞു പോയോടാ? ഇല്ലല്ലേ. ഈ ആക്സിൽ കയറ്റിയിടുമ്പോൾ നമുക്ക് കറക്റ്റ് മനസ്സിലാവും കേട്ടോ. ആ ലെവല് കറക്റ്റ് മനസ്സിലാകാൻ അങ്ങനെ ചെയ്യുന്നത്. ചെറിയൊരു വെൻ്റ് കാണും. നോക്കണ്ട, അത് സീനൊന്നുമില്ല. തന്നെ ചെയ്യാൻ പറ്റും. താഴത്തോട്ട് ലെവല് കറക്റ്റാ, വിഷയമൊന്നുമില്ല അല്ലേ. ഈ ആക്സിൽ എപ്പോഴും നല്ല ഫ്രീ ആയിട്ട് പോകണം. ഈ ലെവല് കറക്റ്റ് ആയാലും അത് ഫ്രീ ആയിട്ട് പോകട്ടില്ല, ഇല്ലെങ്കിൽ സ്റ്റക്കായിട്ട് നിൽക്കും, നല്ല ടൈറ്റ് ആയിട്ടിരിക്കും. കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇനിയിപ്പം നമ്മുടെ
മഡ് ഗാർഡും കയറ്റി ടയറും കയറ്റി ബാക്കി അത് ടൈറ്റ് ചെയ്യണം. ഞാൻ കുറച്ച് സ്പീഡ് കിട്ടി കാണിക്കാം കേട്ടോ. ഫുള്ള് കഴിഞ്ഞിട്ടുണ്ട്. ഷോക്കെല്ലാം കയറ്റി സെറ്റ് ചെയ്ത് ഒരു ടെസ്റ്റ് ഡ്രൈവ് അടിച്ചു. സംഭവം സെറ്റായിട്ടുണ്ട്. പിന്നെ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഒരു നട്ട് ഇവിടുത്തെ ഈ നട്ട് മുറുക്കുമ്പോഴേക്കും കുറച്ച് ഒരു ഓവർ ടൈറ്റ് ചെയ്യില്ല, കാരണം ഇത് പൊട്ടിപ്പോവും. ഇത് പൊട്ടി ഇതിൻ്റെ അകത്ത് കയറിയും. പിന്നെ ഈ ഒരു എങ്ങനെ എടുക്കണമെന്ന് വെച്ചാൽ അത് വലിയ പാടായിരിക്കും. ഒന്നെങ്കിൽ ഇത് വെൽഡ് ചെയ്തെടുക്കണം, അല്ലെങ്കിൽ ടീ സ്റ്റെമ്പ് ഊരിയെടുക്കണം. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഗൈസ് ഈ ഒരു വണ്ടിയുടെ വീഡിയോ. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് ഒട്ടനെ കാണുന്നതായിരിക്കും. ടിൽ ദെൻ ബൈ ബൈ.